morning guys, this is my YouTube channel Iris World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? എല്ലാവരും ഇടുന്ന വീഡിയോ ആണ്. ഇന്നത്തെ ദിവസം ജൂൺ 2-ാം തീയതിയാണ്. എൻ്റെ സ്കൂൾ തുറക്കാൻ പോകുന്ന ദിവസമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:27 7:30 ഉള്ളൂ. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ കേട്ടോ. 8:50 ആകുമ്പോഴാണ് ബസ് വരുന്നത്. ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് എന്നൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കാം. ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഈ 2 മാസം അവധിക്കൊക്കെ ഞാൻ ഫോണിൽ കൂടെയും വീഡിയോ കോളും ഗ്രൂപ്പ് കോളും അതൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നേരിട്ട് കാണാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഷഫ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അത് ഉള്ളതുകൊണ്ട് അവൾ എൻ്റെ ക്ലാസ്സിലായിരിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ പോകുന്ന തൊട്ട് തിരിച്ച് വരുന്നിടം വരെ ഇന്ന് നിങ്ങൾ കാണും. ഓക്കെ, നമുക്കിനി അമ്മയോട് ചോദിക്കാം ഇന്ന് എന്താ കഴിക്കാനുള്ളത് എന്നൊക്കെ. ഫ്രണ്ട്സിനെല്ലാം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. യൂണിഫോം ഒക്കെ ഇട്ട് ബാഗൊക്കെ മേടിച്ചു. നിങ്ങൾ എൻ്റെ ബാഗ് കണ്ടില്ലല്ലോ. ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇട്ടില്ല. അപ്പോഴേക്കും നമുക്ക് ആ ഒരു ഇതിൽ ഇടാൻ മറന്നുപോയി. ഇനി വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ബാഗ് കാണിച്ചു തരാവേ. നിങ്ങൾ കണ്ടോ, ഇതാണ് എൻ്റെ ബാഗ്. കൂടി ഒരു കീ ചെയിനും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ദൈവത്തിൻ്റെയും ഇങ്ങനെ ഒരു കീ ചെയിൻ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്കിവിടെ ബോട്ടിൽ വെക്കാനുള്ള ഇടയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല. നല്ലൊരു ബാഗാണ്. നല്ല അച്ചടം ഒടുക്കമുള്ളൊരു ബാഗാണിത്. നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞു. നമുക്ക് പോയിട്ട് റഫ് ബുക്ക് എടുത്ത് വെച്ചോ. നമുക്ക് ബാഗിനകത്ത് നോക്കാം. ഓക്കെ, 30 രൂപയുടെ ഒരു റഫ് ബുക്കാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇത് വൈറ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ആൻഡ് ഇങ്ങനൊരു ബുക്കാണ് ഞാൻ മേടിച്ചത്. ഓക്കെ, ഇനി ഞാൻ പോയി നെയിം സ്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒരു നെയിം സ്ലിപ്പ് ഒട്ടിക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ കൂട്ടുകാരി വിളിക്കുന്നു. ഒരു മിനിറ്റ് ഗൈസ്, അതെൻ്റെ കൂട്ടുകാരി വിളിച്ചതാണ്. ഓക്കെ, അവൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് ഏത് ചെരുപ്പാണ്, സ്കൂൾ ഷൂ ആണോ അതോ അല്ലാത്ത ചെരുപ്പാണോ ഇടുന്നതെന്ന് ചോദിക്കാൻ വിളിച്ചതാണ്. ഞങ്ങളുടെ സ്കൂളിൽ ബ്ലാക്ക് ചെരുപ്പേ അലൗഡുള്ളൂ, വൈറ്റൊന്നും അലൗഡല്ല. അപ്പോൾ ഞാൻ ഫുൾ യൂണിഫോമിൽ വരണം എന്ന് കമ്പൽസറിയാണ്. അപ്പോൾ യൂണിഫോം കിട്ടാത്തവർക്ക് കളർ ഡ്രസ്സ് ഇടായിരിക്കും. ഞാൻ എന്തായാലും യൂണിഫോമാണ് ഇടുന്നത്. ഇങ്ങനൊരു ബുക്കാണ് കേട്ടോ ഞാൻ ഉള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. നല്ല പറഞ്ഞു എന്തൊരു ഒച്ചയെന്ന് പറയാം. അടുക്കളയിൽ എന്തൊക്കെയോ കേൾക്കുന്നത്. സ്പ്രെഡ് യുവർ വിങ്സ് ഓർ ബിയോണ്ട് ഇങ്ങനെ പറഞ്ഞൊരു ബുക്കാണ്. നമ്മളപ്പം ഈ ഒരു നെയിം സ്ലിപ്പാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. നല്ല രസമാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇപ്പം കണ്ടില്ല, ആ നെയിം സ്ലിപ്പാണ് കേട്ടോ ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. ഇതിൽ ഏത് ഒട്ടിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളത് ഒട്ടിക്കണം. ഏത് ഒട്ടിക്കും? നല്ല ക്യൂട്ടായിട്ടുള്ള ഒട്ടിക്കണം. അതുകൊണ്ട് ഞാൻ ഇതൊട്ടിക്കാൻ നോർത്തു. ഈ ഒരു ഇത് ഓക്കെ, അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിനായിട്ട് മാച്ചാവും തോന്നുന്നു. നമുക്കിപ്പോൾ ഒട്ടിക്കാം. നമ്മൾ കാപ്പി ഉണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം താഴെ വയ്ക്കാം. അത് നടുക്കൊട്ടിക്കണം. താഴെ വയ്ക്കാം കേട്ടോ. താഴെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി കുറച്ച് കാപ്പി ഒട്ടിക്കാം. ഓക്കെ, നമുക്കിനി ഒരു ബാഗിൽ കൊണ്ടേ വെക്കാം.
ഇതാണ് എൻ്റെ പേഴ്സ് അല്ല പൗച്ച്. അപ്പോൾ ഞാനിതാണ് അമ്മ UK-യിലായതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. ഇതുണ്ടല്ലേ, നല്ലൊരു ക്യൂട്ട് പൗച്ചാണ്. അതിനകത്ത് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇറേസർ, പെൻസിൽ എല്ലാം കാണിച്ച് വെച്ചിട്ടുണ്ട്. ഈ പേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അമ്മ കൊടുത്തു വിട്ട പേനയാണ്. ഇനി മെയിനായിട്ട് ഒരു സാധനം കൂടെയുണ്ട്, എൻ്റെ വാട്ടർ ബോട്ടിൽ. നല്ലൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതിവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. പിന്നെ അടുത്തിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, അതെടുത്ത് മണ്ടയിലോട്ട് വെച്ചാൽ ഇത് ലോക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ ഇവിടെ ഇങ്ങനെ പിടിക്കാൻ സാധനമുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് അറിയാൻ പറ്റും ഇവിടെ എത്ര കുടിച്ചെന്നുള്ളത്. അമ്മ ഞങ്ങൾക്ക് ഇത്ര വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ, ഇത്ര ഞാൻ കുടിക്കുള്ളൂ. ഓക്കെ, നമുക്കിനി അമ്മ കഴിക്കാൻ എന്താ ഉണ്ടാക്കിയതിന് ഞാൻ മേൽ കഴുകി ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാനായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ മേൽ കഴുകിയിട്ട് വരാം. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മുടി കഴുകിയിട്ട് വരാം. ഞാൻ മേൽ കഴുകി ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. വാട്ടർ ബോട്ടിൽ കണ്ടില്ലേ, ഇത് വാട്ടർ ബോട്ടിലാണ്. ഇവിടെ അളവുണ്ട് കേട്ടോ എത്രയാണെന്ന്. ഇത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ചെറിയൊരു ഗിഫ്റ്റാണ്. അമ്മ UK-യിൽ നിന്ന് തന്നു വിട്ടപ്പോൾ എൻ്റെ അമ്മ UK-യിൽ നിന്ന് എല്ലാ സാധനവും എനിക്ക് പൗച്ചൊക്കെ കൊടുത്തു വിട്ട കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ടിനും കൂടെ കൊടുത്തിട്ട് നല്ലൊരു ക്യൂട്ട് ഹെയർ ബാൻഡാണ്. ഓക്കെ, ഞാനപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കുന്നുണ്ട്. ഏത് ഗിഫ്റ്റാണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയൊരു ഹെയർ ബാൻഡാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. കാരണം എന്താ അറിയോ, അമ്മ UK-യിൽ നിന്ന് സാധനങ്ങൾ അയച്ചു വിട്ട് വാട്ടർ ബോട്ടിലും പൗച്ചും ഒക്കെ അയച്ചു വിട്ട കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിന് കൊടുക്കാൻ നീവൽ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. നീവലിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. അപ്പം നീവലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവൾ താമസിക്കുന്നത് ചെളിക്കുഴി മുണ്ടക്കയത്താണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമില്ല. അപ്പം ഞാനിത് ഈ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി വാട്ടർ ബോട്ടിലുണ്ട് വെക്കാം. ഇതാ, നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ ഇവിടെ സൈഡിൽ വെക്കാം. അല്ലെങ്കിൽ അകത്ത് വേറെ സ്പേസ് ഉണ്ട് കേട്ടോ വെക്കാനായിട്ട്. വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ വെക്കാം കേട്ടോ. വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഇപ്പം തന്നെ സമയം 8:04 ആയിട്ടുണ്ട്. സ്കൂൾ ബസ് വരുന്ന 8:50 കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. എന്താണ് കഴിക്കാമെന്ന് അമ്മയോട് ചോദിക്കാം. അമ്മ, ഇന്നെന്താ കഴിക്കാൻ? അപ്പോൾ നല്ല ചിക്കൻ കറി ഉണ്ട് ഗൈസ്. അമ്മ പറഞ്ഞു അപ്പോൾ നല്ല ചിക്കൻ കറി ഉണ്ടെന്ന്. അപ്പോൾ അപ്പവും നല്ല ചിക്കൻ കറിയും കൂട്ടി നന്നായിട്ട് ഒരു അപ്പം കഴിക്കാം. ഞാൻ രാവിലെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് അതിലും കൂടുതൽ കഴിക്കും, വൈകിട്ട് അതിലും കൂടുതൽ കഴിക്കും. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാ എല്ലാവരും തിരിച്ചാണ് കഴിക്കുക. രാവിലെ കൂടുതൽ, ഉച്ചയ്ക്ക് കുറച്ച്, വൈകിട്ട് അതിലും കുറച്ച്, അങ്ങനെ വെച്ചാണ് കഴിക്കുക. ഞാൻ നേരെ തിരിച്ചാണ് കഴിക്കാറ്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ അങ്ങനെയാണ് കഴിക്കുക. പിന്നെ ഇതല്ലേ, നമുക്ക് കഴിക്കാൻ നേരം കാണാം. അപ്പോൾ ഗൈസ്, യൂണിഫോം എല്ലാം ഇട്ട് കഴിഞ്ഞു. ഓ മൈ ഗോഡ്, കോളർ. ഞാൻ യൂണിഫോം എല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഓക്കെ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും എവിടെ പോയാലും ഇത് എഴുതാൻ ഞാൻ പോവില്ല. ഫസ്റ്റ് ഡാസ്ലറിൻ്റെ കണ്ണ് ഐലൈനറാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം. ഞാൻ ഇവിടെ നിന്നല്ല എഴുതുന്നത്, ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി എഴുതാം. തന്നെ എഴുതാനൊരു ഇതില്ല, ബാലൻസ് ഇല്ല. ഞാൻ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് ഇതുകൊണ്ടല്ലേ
ഇത്രയും ഞാൻ കണ്ണ് എഴുതാറുള്ളൂ. ഞാൻ വാലങ്ങനെ ഇടാറില്ല, ഞാൻ വാലിട്ടിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ പൊട്ടുണ്ട്, നമുക്കിനി മുടി കെട്ടാം. മുടി ഞാൻ എപ്പോഴും പോണിറ്റെയിലാണ് കേട്ടോ കെട്ടുന്നത്. ഷോർട്ട് ഹെയർ ആണ്, ലോങ് ഹെയർ ആയിരുന്നു, പിന്നെ ഷോർട്ട് ഹെയർ ആക്കിയതാ. ഷോർട്ട് ഹെയർ ആക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മുടി ഇപ്പോൾ ഇവിടെ വരക്കണ്ടേ. ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു ആ സമയം. ഇപ്പം തോന്നുന്നു വെട്ടുണ്ടായിരുന്നു. നല്ല പൊക്കിയാണ് ഞാൻ പോണിറ്റെയിൽ കെട്ടുന്നത് കേട്ടോ. നല്ല പൊക്കിയിട്ട് പോണിറ്റെയിൽ കെട്ടുകയാണ്. നമ്മൾ എന്നാ പോണിറ്റെയിൽ കെട്ടുകയാണ്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ കെട്ടുന്നത്. ഞാൻ അപ്പോൾ പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ സാധാരണ ചെയ്യാറുള്ളൂ. എനിക്കിനെ പ്രത്യേകമായിട്ട് ഒരു ലിപ്സ്റ്റിക്ക് എടുക്കാം. ലിപ്സ്റ്റിക്ക് കുറച്ച് ഞാൻ ഇടാറുള്ളൂ കേട്ടോ. ഭയങ്കര ചൂടൊരു ഇതായിട്ട് കിടക്കണം. ഒരു ലൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് ഇട്ട് വെക്കാം. ഓക്കെ, പല്ലിൽ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ ഇടാറില്ല കേട്ടോ. പല്ലിലായിട്ട് ഓക്കെ, ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ഇടുക. ഇപ്പോഴും അതിനാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? കയ്യിൽ ഇടുന്നത് ബ്ലാക്ക് ആയിരിക്കണം. അല്ല, കയ്യിലിടുന്ന ബ്ലാക്ക് വേണ്ട. തല കുത്തുന്ന ക്ലിപ്പെല്ലാം ബ്ലാക്ക് ആയിരിക്കണം. ബുഷ് ബ്ലാക്ക് എല്ലാം എടുത്ത് അത് ബ്ലാക്കാണ് അല്ലേ? ബ്ലാക്കാണ് എടുത്ത ബുഷ്. ഇനി ഞാൻ എന്തിടും എനിക്ക് ഒരു പിടിയില്ല. ഞാൻ പൗൺസിൻ്റെ ക്രീം ഇടാൻ പോവാണ്. എന്താണിത്? കോൾഡ് ക്രീമാണ്. കോൾഡ് ക്രീം സോഫ്റ്റ് ഗ്ലോയിങ് സ്കിന്നാണ്. അപ്പോൾ ഞാനത് കയ്യിലും കാലിലും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് സോക്സ് ഇടാറുണ്ട്. ഫ്രൈ അമ്മ ചോദിച്ചാണ് ചിക്കനാണെന്ന്. അപ്പോൾ ചിക്കൻ ഫ്രൈ വേണം, കറിയായിട്ട് വേണം. ഈ കയ്യിലേയും കൂടെ തൂത്ത് കൊടുക്കാം. തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ഇടണം എനിക്കൊരു പിടിയില്ല. ഇത്ര ഇട്ടു. ലാസ്റ്റ് തിങ് ഫൈനലാണ് പെർഫ്യൂം. എൻഗേജിൻ്റെ കൂൾ പെർഫ്യൂമാണ്. ഓക്കെ, നല്ല മണമാണ്. ഇപ്പം മണമൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ, നല്ല പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കഴിക്കാനുണ്ടാവുള്ളത് നോക്കാം. ടാറ്റാ, അവിടെ വെച്ച് കാണാം. നല്ല അപ്പവും ചിക്കൻ കറിയുമാണ്. ഇത് കഴിച്ചിട്ട് കാണാം കേട്ടോ. ബൈ ബൈ. അപ്പോൾ ഗായ്സ്, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി വൈകിട്ട് കാണാം കേട്ടോ. ടാറ്റാ ഗായ്സ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ട് വന്നിട്ട് കാണാം. ബൈ ബൈ.
ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു, ഡ്രസ്സൊക്കെ മാറി അവിടെ ഇരിക്കുകയാണ്. ഇനി കളിക്കാൻ പോകണം. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. കാപ്പി കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വരുന്ന വഴിക്ക് അമ്മ എന്നെ കൊണ്ടുവരുന്ന വഴിക്ക് അമ്മ ഫോൺ എടുക്കാൻ മറന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ വരുന്നതായിട്ട് വീഡിയോ എടുക്കാനേ. പിന്നെ ഞാനൊരു സാധനം കാണിച്ചേർത്തേ. ഇത് കണ്ടോ, എൻ്റെ കൂട്ടുകാർ തന്നൊരു മോതിരമാണ്. നല്ല ബട്ടർഫ്ലൈയുടെ ഒരു മോതിരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീവെള്ള ആളുടെ പേര്. ഇന്നലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അല്ല, ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് കിട്ടി കേട്ടോ. പറഞ്ഞ ആൾ നീവിൽ തന്നെ എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ട്. ആരുമില്ലാന്നെങ്കിൽ ഞാനവിടെ ചുമ്മാ ഇരുന്നേ, ഒരു ഓളം ഇല്ലാത്ത പോലെ ഇരുന്നേ. ആൾ കൂടെ ഉണ്ട്, അപ്പോൾ ഓക്കെയാണ്. പിന്നെ എന്താ പറയുക, ഇനി കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. ഇപ്പോഴല്ല കേട്ടോ, അത് ഒരു കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ടൊരു കമൻറ്റും കൂടി ഇട്ടേക്ക് കേട്ടോ. ടാറ്റാ.